Welcome to another section of question discussion. Today we will continue discussing administration of nursing. So let's start. First question, first in first out principle to be followed in. ഏതിലാണ് ഫസ്റ്റ് ഇൻ ആദ്യം വന്ന് ആദ്യം പോവുക ആ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻസ് പർച്ചേസ്, സ്റ്റോറേജ്, പ്രൊക്രൂട്ട്മെൻറ്റ്. പർച്ചേസ് മീൻസ് നമുക്കറിയാം ടു ഗെറ്റ് ദ തിങ്സ്. സ്റ്റോറേജ് ദെൻ വി ഹാവ് ടു അറേഞ്ച് ആൻഡ് സ്റ്റോർ ചെയ്യുക. പ്രൊക്യൂർമെൻറ്റ് മീൻസ് എന്താണ്? പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കുക, പർച്ചേസ് ചെയ്യുക, റിസീവ് ചെയ്യുക, ഇതെല്ലാം വരുന്നതാണ് പ്രൊക്യൂർമെൻറ്റിനകത്ത്. അപ്പം അത് കംപ്ലീറ്റ് പ്രോസസ്സാണ്. സോ ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് ആൻസർ. പർച്ചേസിൻ്റെ അകത്ത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഇല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ സ്റ്റോറേജ് ആണ്. സ്റ്റോറേജിൽ നമ്മൾ എക്സ്പയറി ഡേറ്റ് അനുസരിച്ച് ആണ് വെക്കുന്നത്. ഷോർട്ട് എക്സ്പയറി ഫ്രണ്ടിൽ വെക്കുന്നു, ലോങ് എക്സ്പയറി ബാക്കിൽ വെക്കുന്നു, അല്ലെ പുതിയത് ഐറ്റംസ് ബാക്കിലേക്കാണ് അറേഞ്ച് ചെയ്ത് പോകുന്നത്. സോ ആൻസർ ഈസ് ബി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇൻവെൻട്രി മാനേജ് കൺട്രോൾ മീൻസ് സ്റ്റോക്കിംഗ്. എന്ത് ചെയ്യുന്നതാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്? രജിസ്റ്റർ ചെയ്യും. സ്റ്റോക്കിംഗ് രജിസ്റ്റർ ഇൻ ടൈം അല്ല, രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ പാർട്ടാണ്. ദെൻ ബഡ്ജറ്റ് മെറ്റീരിയൽസ് ആൻഡ് ഫയൽ ഇൻ ടൈം, അതായത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് നമ്മൾ ഓർഡർ ചെയ്യുക, അത് ഫയൽ ചെയ്യുക, അതല്ല. An adequate number and type of stores so that the material are available when required. അതായത് ഓൾവേസ് അവൈലബിൾ ആകത്തക്ക രീതിയിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഐറ്റംസ് മെറ്റീരിയൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് മീൻസ് ഇൻവെൻട്രി കൺട്രോളിൻ്റെ അകത്ത് ഇൻവെൻട്രി ചെക്കിംഗ് ഉണ്ട്, ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് വരും. സോ ദ ആൻസർ ഈസ് സി. നെക്സ്റ്റ് HML അനലൈസിസ് മീൻസ് വാട്ട് യു മീൻ ബൈ HML അനലൈസിസ്? അപ്പോൾ ഹൈ, മീഡിയം, ലോ എസ്റ്റിമേറ്റ്, ഹൈറാർക്കി, മോഡറേറ്റ് ആൻഡ് ലോ എസ്റ്റിമേറ്റ്, ഹീപ്പിംഗ്, മോൾഡിംഗ് ആൻഡ് ലോവറിംഗ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഇത് ആക്ച്വലി ഇതെന്നാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ തിങ് ആണ്. HML മീൻസ് ഹൈ, മീഡിയം, ലോ എസ്റ്റിമേറ്റ്. അപ്പോൾ ആൻസർ എ ആണ്. ഞാനത് എന്നാന്ന് പറയാം. ഹൈ, മീഡിയം, ലോ എസ്റ്റിമേറ്റ് ഒരു കുറേ പ്രൊഡക്റ്റിനെ കുറച്ച് ഹൈ, മീഡിയം, ലോ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യും. ഈ കാറ്റഗറൈസ് ചെയ്യുന്ന അതിൻ്റെ സെയിൽസ് പെർഫോമൻസ് അനുസരിച്ചായിരിക്കും. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ നേഴ്സിങ്ങിൻ്റെ ഒക്കെ വരുമ്പോഴത്തേക്ക് സർവീസ് പെർഫോമൻസ് അനുസരിച്ച് ഇന്ന ചെയ്യുന്നതാണ് പേഷ്യന് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഇന്ന ട്രീറ്റ്മെൻ്റ് ആണ് ഹോസ്പിറ്റലിന് ഏറ്റവും ഫേമസ്. അപ്പോൾ അതിൽ കൂടുതൽ മീൻസ് പണി. കാർഡിയാക് ഹോസ്പിറ്റലാണ് കാർഡിയാക് സെക്ഷന് കൂടുതൽ അങ്ങനെയാണ്. അതാണ് ഹൈ, മീഡിയം, ലോ. അതിൻ്റെ അകത്ത് അടുത്തത് യൂണിറ്റ് പ്രൈസ് അനുസരിച്ച്. ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് പ്രൈസ് അനുസരിച്ച് ക്വാളിറ്റി ഉണ്ട് പക്ഷേ പൈസ കുറവാണ്, അത് നമ്മൾ ഒരു കാറ്റഗറി ആയിട്ട് വെക്കും. അങ്ങനെ ഹൈ, മീഡിയം, ലോയിലേക്ക് വെക്കുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എ ആണ്. നെക്സ്റ്റ് പ്രോസസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഇൻവോൾവ്. മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് നമുക്കറിയാം. ഇൻവെൻട്രി കൺട്രോളും എല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. ഫസ്റ്റ് ഡെലിഗേറ്റിംഗ്, കൺട്രോളിങ് ആൻഡ് പ്ലാനിങ്, ഡിമാൻഡിങ് ആൻഡ് ബാർഗെയിനിങ്. അപ്പം ഞാൻ ഇത് വായിച്ചാൽ ഡെലിഗേറ്റിംഗ് മെറ്റീരിയൽ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ മാനേജ്മെൻറ്റും അഡ്മിൻ്റെ ഒക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്, അഡ്മിനിസ്ട്രേറ്റർക്കും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ ഡെലിഗേറ്റിംഗ്, കൺട്രോളിങ് ആൻഡ് പ്ലാനിങ്. കൺട്രോളിങ് അഡ്മിനിസ്ട്രേറ്ററുടെ ജോലിയാണ്, മാനേജറുടെ ജോലിയല്ല. പിന്നെ ഡെലിഗേറ്റിങ്ങും പ്ലാനിങ്ങും ഒക്കെ അതും അഡ്മിനിസ്ട്രേറ്റർക്ക് വരും. സോ ഈ ഡെലിഗേറ്റിംഗ് ഇൻകറക്റ്റ് ആൻസറാണ്. ഡെലിഗേറ്റിംഗ്, കൺട്രോളിങ്, പ്ലാനിങ് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ അകത്ത് ഇല്ല. ഇത് കഴിഞ്ഞ് കിട്ടുന്ന മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിമാൻഡിങ് ആൻഡ് ബാർഗെയിനിങ്. ഡിമാൻഡിങ്, ബാർഗെയിനിങ് ഇതിൻ്റെ അണ്ടറിലേ വരുന്നതല്ല. അപ്പോൾ ഇത് രണ്ടും ഇൻകറക്റ്റ് ഓപ്ഷൻസ് ആണ്. ബഡ്ജറ്റിംഗ്, ഡിമാൻഡ്, ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്രൊക്രൂട്ട്മെൻറ്റ്. ബഡ്ജറ്റിംഗ് ഒരു ബഡ്ജറ്റ് വേണം. ഡിമാൻഡിങ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഏത് ഐറ്റത്തിലാണോ കൂടുതൽ ഡിമാൻഡ് അതിനെ നമ്മൾ ചൂസ് ചെയ്യണം. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോർകാസ്റ്റിംഗ് അനലൈസ് നമ്മുടെ ഹിസ്റ്ററി ഡേറ്റ അനുസരിച്ച് നമുക്ക് ഒരു സാധനം കുറേ കാലം ഓർഡർ ചെയ്താൽ പല സാധനങ്ങൾ കുറേ കാലം ഓർഡർ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി അല്ലെങ്കിൽ എല്ലാ രീതിയിലും നമുക്ക് ബെനിഫിഷ്യൽ ആയത് നമ്മൾ അനലൈസ് ചെയ്ത് ഫോർകാസ്റ്റിംഗ്, ദെൻ പ്രൊക്രൂട്ട്മെൻറ്റ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിക്കേണ്ടത്, എന്താണ് ഇതെല്ലാം ഡിസിഷൻ എടുത്തിട്ട് നമ്മൾ റിക്വസ്റ്റ് വിടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എ ആണ്. നെക്സ്റ്റ് എന്താണ് ഓട്ടോക്രാറ്റിക് ഡയറക്ഷൻ മീൻസ്? എന്താണ്? വാട്ട് യു മീൻ ബൈ ഓട്ടോക്രാറ്റിക് ഡയറക്ഷൻ? അതിനൊരു സബോർഡിനേറ്റ് ആണ് അലൗഡ് ടു ഡു വർക്ക് ഫ്രീലി ആസ് ദേ വിഷ്. ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ സബോർഡിനേറ്റ് യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. ഓൺലി ദ മാനേജർ ഹാസ് ടു ടേക്ക് ദ ഡിസിഷൻ. മാനേജർ ഈസ് ഇംപ്ലിമെൻറ്റിങ്, സബോർഡിനേറ്റ് ഹാസ് ടു വർക്ക്. ദാറ്റ്സ് ഇറ്റ്.
സബോർഡിനേറ്റ് ആർ അലൗഡ് ആണ്. സോ ഇറ്റ്സ് ഇൻകറക്റ്റ് ആക്ഷൻ. ആൻസർ സബോർഡിനേറ്റ് ആർ നോട്ട് അലൗഡ് ടു ടേക്ക് എനി ഇനീഷ്യേറ്റീവ് ഇൻ സോൾവിങ് ദ പ്രോബ്ലം. അവർക്ക് യാതൊരു ഇനീഷ്യേറ്റീവ് ഇല്ല, പറയുന്നത് മാത്രം ചെയ്യുക. അത് റൈറ്റോ റോങ്ങോ ഡസൻറ്റ് മാറ്റർ, വി ഹാവ് ടു ഫോളോ. ദെൻ ബോത്ത് അതോറിറ്റി ആൻഡ് സബോർഡിനേറ്റ് വർക്ക് ഹാൻഡ് ഇൻ ഹാൻഡ്, അതും റോങ് ആൻസർ ആണ്. സോ അപ്പോൾ റൈറ്റ് ആൻസർ ഏതാണ്? ബി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ഡയറക്ഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പറയുമ്പോൾ മെയിനായിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ അത് കുറച്ച് നമ്മൾ ഓർക്കാൻ നല്ലതാണ്. ഓട്ടോക്രാറ്റിക് നമുക്ക് മനസ്സിലായി, ഒൺലി ദ സിംഗിൾ പേഴ്സൺ ഈസ് ടേക്കിംഗ് ഡിസിഷൻ. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ സിംഗിൾ പേഴ്സൺ ഡിസിഷൻ എടുക്കുന്നത് ഈ പാർട്ടിസിപ്പേറ്ററി മീൻസ് ഡയറക്ഷൻ എന്നും പറയും. സബോർഡിനേറ്റോട് ഡിസ്കസ് ചെയ്തിട്ടാണ്, അതായത് ഡെമോക്രാറ്റിക്. അപ്പോൾ അതും ഒരു ഹോസ്പിറ്റൽ വർക്കിംഗ് മീൻസ് അത്ര ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അടുത്തത് ലേസി ഫെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലേസി ഫെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഡർ വീക്ക് ആണെങ്കിൽ സബോർഡിനേറ്റും അവരേക്കാൾ കൂടുതൽ പെർഫോം ചെയ്യും. കാരണം അവരാണ് തിങ്ക് ചെയ്യുന്നതും അവരാണ് ഡയറക്ഷൻ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നമ്മൾ കാണുന്നതാണ്. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻചാർജിനും അതനുസരിച്ചുള്ള ക്വാളിറ്റി ഇല്ല, ഷീ ഡസൻ നോ, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിലേതെങ്കിലും ഒരു സീനിയർ സ്റ്റാഫോ അല്ലെങ്കിൽ നേഴ്സസോ ഉണ്ടെങ്കിൽ അവരാണ് ഇന്ന ചെയ്യാമെന്ന് പറഞ്ഞത്. അതൊക്കെ ആ സിമ്പിളായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ അനദർ തിങ് ആണ് ട്രാൻസാക്ഷണൽ മീൻസ് പണിഷ്മെൻറ്റ് കൊടുക്കുക അല്ലെ റിവാർഡ്സ് കൊടുക്കുക. നല്ലത് ചെയ്താൽ അവരുടെ ഓഫ് കട്ട് ചെയ്യുക, ലീവ് കട്ട് ചെയ്യുക, ഇങ്ങനെ എന്തെങ്കിലും ഒത്തിരി നല്ലത് എങ്ങനെ എന്തെങ്കിലും റോങ് ആയിട്ട് ഇൻകറക്റ്റ് ചെയ്താൽ, നല്ലത് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ട്രാൻസാക്ഷണൽ. ട്രാൻസ്ഫോമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ എൻകറേജ് ചെയ്യുക, ഇനീഷ്യേറ്റീവ് എടുക്കാനും പുതിയ ഐഡിയാസിനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഹോസ്പിറ്റലുകൾ അഡാപ്റ്റ് ചെയ്യേണ്ട ട്രാൻസ്ഫോമലാണ്. പക്ഷേ നമ്മളങ്ങനെ വർക്ക് ചെയ്തേക്കുന്ന വളരെ കുറച്ച് ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആൻസർ ഏതാണ്? ബി ആണ്. അടുത്തതാണ് ഡയറക്ഷൻ ഈസ് എ കോംപ്ലെക്സ് ഫങ്ഷൻ ദാറ്റ് ഇൻക്ലൂഡ് ഓൾ ദോസ് ആക്ടിവിറ്റി ദാറ്റ് ആർ ഡിസൈൻ ടു എൻകറേജ്. അപ്പോൾ ഡയറക്ഷൻ ഒരു കോംപ്ലെക്സ് ഫങ്ഷനൊക്കെയാണ്. അത് എന്തിനാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്, എന്താണ് എൻകറേജ് ചെയ്യുന്നതെന്നാണ്. ഇതാണ് നാലാമത്തെ ദ സബോർഡിനേറ്റ് ഡു നോട്ട് ടേക്ക് ടു ഡു ദ ഡിസിഷൻ മേക്കിംഗ്. ഡയറക്ഷൻ്റെ അകത്ത് സബോർഡിനേറ്റ് ആർ നോട്ട് സപ്പോസ് ടു ടേക്ക് ദ ഡിസിഷൻ. ഡയറക്റ്റ് ചെയ്യുന്നത് വേറെ ആളാണ്. അപ്പോൾ അതല്ല, സബോർഡിനേറ്റ് ടു കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ദെയർ വർക്ക്. സബോർഡിനേറ്റിനെ കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക എന്നൊക്കെ ചെയ്യുന്നത് കൺട്രോളിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സബോർഡിനേറ്റ് ടു എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി വർക്ക്. അത് എന്തിനാണ് എൻകറേജ് ചെയ്യുന്നത്? എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ എ ആണ്. The next question, unity of command means. Unity of command എന്ന് പറഞ്ഞാൽ യൂണിറ്റി, സിംഗിൾ ഒരു സ്കേലാർ ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. സൂപ്പർവൈസറിയും താഴേക്ക് വരുന്നു, അതായത് നമ്മുടെ വെർട്ടിക്കൽ ഓർഡറിൽ എന്നാണ് പറയുന്നത്, അസെൻഡിങ് ഓർഡറിലല്ല ഡിസെൻഡിങ് ഓർഡറിലേക്ക് വരുന്നതിനെയാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഡയറക്ടർ, ഹോസ്പിറ്റലാണ് നഴ്സിംഗ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ, നഴ്സ് മാനേജർ, ഡെപ്യൂട്ടി, ഇങ്ങനെ വരുന്നുണ്ട്. ഇതിനെയാണ് പറയുന്നത്. അപ്പോൾ എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡർ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഓൺലി ഫ്രം superior. എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡർ എമംഗ് ദംസെൽസ്, ഇതില്ല. എംപ്ലോയി ഷുഡ് നോട്ട് റിസീവ് എനി ഓർഡർ, ഇതുമില്ല. അപ്പോൾ ഇത് രണ്ടും ഇൻകറക്റ്റ് ആണ്. റിസീവ് ഓർഡർ ഫ്രം ദ സുപ്പീരിയർ ഒൺലി, മോളിൽ നിന്ന് വരുന്ന ഓർഡറാണ് നമ്മൾ റിസീവ് ചെയ്യാവുള്ളൂ. ഇൻ ബിറ്റ്വീൻ ഡിസ്കസ് ചെയ്ത് ഒന്നും ചെയ്യാൻ പാടില്ല. ഇതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എ ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ കൺസൾട്ടേറ്റീവ് ഡയറക്ഷൻ ടെക്നിക്ക്. എന്താണ് കൺസൾട്ടേറ്റീവ് ഡയറക്ഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ? കൺസൾട്ടേറ്റീവ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരു ഡിസിഷൻ എടുത്തു, മറ്റൊരാളോടുകൂടെ കൺസൾട്ട് ചെയ്യുക, അതാണ്. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പറയുകയാണെങ്കിൽ 8-way ഷിഫ്റ്റ് 12-way ഷിഫ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ മാനേജർ അതിൻ്റെ ഒരു ഡിസിഷൻ എടുത്തു, ജസ്റ്റ് ഡിസ്കസ് വിത്ത് അതോറിറ്റി, ദേ ഓൾറെഡി എഗ്രീഡ്. ദെൻ ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെൻറ്റ് മാനേജറാണ്. ബിക്കോസ് സ്റ്റാഫ് ഷോർട്ടേജ് ആണ്, പേഷ്യൻറ്റ് കൂടുതലാണ്, അപ്പോൾ 12 hours ആക്കണം. ഇത് എന്ത് ചെയ്യുന്നു? മാനേജർ ഹാസ് ടേക്കിംഗ് ഡിസിഷൻ ആൻഡ് ഡിസ്കസ് വിത്ത് ദ സബോർഡിനേറ്റ് ആൻഡ് ദോസ് ഹു ആർ ഗോയിങ് ടു വർക്ക്. ദെൻ അവർ എഗ്രി ചെയ്താലാണ് ഇംപ്ലിമെൻറ്റ്. അതാണ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? എക്സിക്യൂട്ടീവ് ടേക്ക് എ ഡിസിഷൻ ആൻഡ് ഇഷ്യൂ എ ഡയറക്ഷൻ ആഫ്റ്റർ
only consulting with the subordinate. അപ്പോൾ സബോർഡിനേറ്റ് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ചെയ്യുന്നതിനെയാണ് കൺസൾട്ടേറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ നെക്സ്റ്റ് ഓപ്ഷനോടെ നോക്കാം. എക്സിക്യൂട്ടീവ് നെവർ കൺസൾട്ട് വിത്ത് ദ സബോർഡിനേറ്റ്, എക്സിക്യൂട്ടീവ് കൺസൾട്ട് ഓൺലി ഇൻ ഡിഫിക്കൽട്ട് ടൈം. ഇതൊന്നുമല്ല, എവറിത്തിങ് ദേ ഹാവ് ടു ഡിസ്കസ് വിത്ത് ദ സബോർഡിനേറ്റ്. എസ്പെഷ്യലി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരെ ബാധിക്കുന്ന കാര്യങ്ങൾ, അതായത് സബോർഡിനേറ്റ് ഹാസ് ടു ഡു അങ്ങനെയുള്ളത്. ഇപ്പോൾ ഡ്യൂട്ടി ടൈമിംഗ് സബോർഡിനേറ്റ് ആണ് ചെയ്യേണ്ടത്, അല്ല യൂണിഫോം ചേഞ്ച് ആകുന്ന അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. നമ്മൾ ഹോസ്പിറ്റലിനെ തിങ്ക് ചെയ്ത് വേണം ഇത് ചിന്തിക്കാം. അടുത്തത് ഫ്രീ റെയിൻ ഡയറക്ഷൻ മീൻസ്, ഫ്രീ റെയിൻ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എന്നെ വേണേൽ ചെയ്യാം, അതാണ് അത് എന്താണെന്നാണ് ആ ഡയറക്ഷൻ. അതോറിറ്റി കൺട്രോൾ സബോർഡിനേറ്റ് ടു വർക്ക്, അതല്ല. അതോറിറ്റി അലോ സബോർഡിനേറ്റ് ടു ടേക്ക് ഡിസിഷൻ, അതുമല്ല. അലോ ചെയ്യുമല്ല, അതോറിറ്റി എവിടെ ഇല്ല. ബോത്ത് അതോറിറ്റി ആൻഡ് സബോർഡിനേറ്റ് ഡിസ്കസ് ഫ്രീലി, സബോർഡിനേറ്റ് പ്ലേ എ മേജർ റോൾ ഇൻ ടേക്കിംഗ് ഡിസിഷൻ. ഇതൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടേക്കുന്നതാണ്. അതായത് അതോറിറ്റി ഇങ്ങനെ ഒന്നിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ് അവസാനം ഒരു ഡിസിഷൻ എടുക്കുന്നു, അതാണ്. അത് ലേസി ഫെയർ ലീഡർഷിപ്പിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ആൻസർ സി ആണ്. അടുത്തത് കോർഡിനേഷൻ ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് സെവറൽ പാർട്സ്. എന്തിനാണ് കോർഡിനേഷൻ ഈസ് ഇൻ്റഗ്രേഷൻ ഓഫ് സെവറൽ പാർട്സ് ഫോർ വാട്ട്? ടു പ്രിവെൻറ്റ് വേഗ് ഡയറക്ഷൻ ആൻഡ് അലോക്കേറ്റ് ഡ്യൂട്ടീസ്. കോർഡിനേഷൻ്റെ അകത്ത് ഡയറക്ഷൻ കോർഡിനേഷൻ്റെ അകത്ത് വരുന്നതല്ല, അലോക്കേറ്റ് ഡ്യൂട്ടിയും കോർഡിനേഷനകത്ത് വരുന്നതല്ല. ഡയറക്ഷൻ ഡയറക്ടറിൻ്റെ അണ്ടറിലും ഡയറക്ഷൻ്റെ അണ്ടറിലും അലോക്കേഷൻ ഡെലിഗേഷൻ അണ്ടറിലും വരുന്നതാണ്, കോർഡിനേഷൻ അണ്ടറിൽ വരുന്നതല്ല. സോ ഇറ്റ്സ് റോങ്. ദെൻ ഓർഗനൈസിങ് ആൻഡ് അലൈനിങ് ദ എഫോർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ടു അച്ചീവ് എ കോമൺ ഗോൾ. അതായത് ഒരു കോമൺ എന്തിനാണ് കോർഡിനേറ്റ് ചെയ്യുക? പല ഡിപ്പാർട്ട്മെൻറ്റിനെ കോർഡിനേറ്റ് ചെയ്യും, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പല സ്റ്റാഫിനെ കോർഡിനേറ്റ് ചെയ്യും. മൾട്ടി ഡിസിപ്ലിനറി കോർഡിനേഷൻ, ഡോക്ടർ, നേഴ്സ്, ഫാർമസി, ഇതെല്ലാം ചെയ്യും. എന്തിനാണ്? ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇൻഫെക്ഷൻ കൺട്രോൾ 100% വേണമെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് കോർഡിനേറ്ററാണ്. അവർ ഹാസ് ടു കോർഡിനേറ്റ് ഈച്ച് ആൻഡ് എവരി ഡിപ്പാർട്ട്മെൻറ്റ് ടു അറ്റെയിൻ ദ ഗോൾ. പിന്നെ ഇൻ ഓർഡർ ടു റിമൂവ് കോൺഫ്ലിക്റ്റ്, അതൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നതല്ല. സോ ബി ആണ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊവൈഡിങ് ഇൻസെൻറ്റീവ് മീൻസ്. ഇൻസെൻറ്റീവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമുക്കറിയാം, പ്രോഫിറ്റ് ഷെയറിംഗ് ആണ്. ഡിസിഷൻ മേക്കിങ്ങും ഡെലിഗേറ്റിങ്ങും ഇറ്റ്സ് ഇൻകറക്റ്റ്. നെക്സ്റ്റ്, കൺട്രോളിങ് ഈസ് ഡിറ്റർമൈനിങ് വാട്ട് ഈസ് ബീൻ. എപ്പോഴാണ് കൺട്രോളിങ് നമുക്ക് മനസ്സിലാകുന്നത്? കൺട്രോളിങ് കറക്റ്റായിരുന്നു. കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കൺട്രോൾ അല്ല, എല്ലാത്തിൻ്റെ ഒരു അക്കംപ്ലിഷ്മെൻ്റ് ആണ് കൺട്രോളിങ്ങിൻ്റെ ഇത്. അതിൻ്റെ ആൻസർ അത് തന്നെയാണ്. കൺട്രോളിങ് ഡെലിഗേറ്റിംഗ് അല്ല, പ്ലാനിങ് അല്ല. കൺട്രോൾ ചെയ്യുന്നത്, അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് എപ്പോഴാണ്? അത് അക്കംപ്ലീഷ് ചെയ്താലാണ് കൺട്രോളിങ്ങിൻ്റെ എൻഡ് റിസൾട്ട് വരുന്നത്. സോ ആൻസർ ഈസ് ബി. സ്കോപ്പ് ഓഫ് കൺട്രോളിങ് പ്രോസസ്സ് ഇൻവോൾവ്. സ്കോപ്പ് ഓഫ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ സ്കോപ്പ് ഓഫ് നഴ്സിംഗ്, സ്കോപ്പ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുക വെച്ചാൽ ഏത് ഏരിയ ആണ് നമ്മുടേന്നാണ്. സ്കോപ്പ് ഓഫ് നഴ്സിംഗ് എന്തെല്ലാം സ്കോപ്പ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്കോപ്പ് ഓഫ് സർവീസ് ഉണ്ട്. അപ്പോൾ എന്തെല്ലാം സർവീസാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നത്, ഇതാണ് സ്കോപ്പ് ഓഫ് സർവീസ് അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് കെയർ. അപ്പോൾ സ്കോപ്പ് ഏതാണ് കൺട്രോളിങ്ങിൻ്റെ? കൺട്രോൾ ഓവർ പബ്ലിക്കിനെ അല്ല, കൺട്രോൾ ഓവർ പോളിസി അല്ല, കൺട്രോൾ ഓവർ ജസ്റ്റ് ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനെ മാത്രം, അവിടുത്തെ ആക്ടിവിറ്റീസിനെ മാത്രം കൺട്രോൾ ചെയ്യുന്നതിനെയാണ് കൺട്രോളിങ്ങിൻ്റെ സ്കോപ്പ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എക്സ്പാൻഷൻ ഓഫ് PERT. പെർട്ട് ഈസ് എന്താണ് പെർട്ട്? ഇത് മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ അകത്ത് വരുന്നതാണ്. എന്തെങ്കിലും ഒരു പ്രോജക്റ്റിൻ്റെ മാനേജ്മെൻറ്റ് വരുന്നതാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് സെക്ഷനിൽ വർക്ക് ചെയ്തേക്കുന്നവരറിയാം, നമ്മളൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ എല്ലാത്തിനും പ്രോജക്റ്റ് എന്നാണ് പറയുന്നത്. ഇതൊരു പ്രോജക്റ്റ്, അതൊരു പ്രോജക്റ്റ്. അതായത് എന്താണ്, ഒരു കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുക, അതൊരു പ്രോജക്റ്റാണ്. കുറേ വെൻറ്റിലേറ്റർ ഒരു ഹോസ്പിറ്റലിലേക്ക് വാങ്ങിക്കുക, അതൊരു പ്രോജക്റ്റ് പ്ലാനിൻ്റെ അകത്ത് വരുന്നതാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 3 ബെഡ് കൂടെ ഇൻക്രീസ് ചെയ്ത് ഇതെല്ലാം അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഇതിനെന്താണ്, നമ്മൾ ആദ്യം ഒരു പ്ലാൻ ഉണ്ടാകും, പ്രോജക്റ്റ് പ്ലാൻ ഉണ്ടാകും. പ്ലാൻ ഉണ്ടാക്കിയിട്ട് പല പല കോളങ്ങളായിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. സോ വാട്ട് വിൽ ഹാപ്പൻ, എവറി വീക്ക് വി വിൽ ഡിസ്കസ് how much time it will take, what's the technique we have to use, need to improve or do some changes, ഇതൊക്കെയാണ്. അപ്പോൾ PERT എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം എൻഡ് റിവ്യൂ അല്ല, ഇടയ്ക്കിടയ്ക്കുള്ള റിവ്യൂ ആണ്. പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ല,
പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ആൻഡ് ടെക്നിക്കാണ്. ഇത് പ്ലാനിങ് ഇവാലുവേഷൻ അല്ല, പ്രോഗ്രാം ഇവാലുവേഷൻ ആണ്. അതായത് ഈ പ്രോഗ്രാം ഓരോ വീക്കിലും അല്ലെ 3 ദിവസം കൂടുമ്പോൾ 1 ദിവസം കൂടുമ്പോൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് PRT മീറ്റിങ്ങിന് പോവുക എന്നൊക്കെ നമ്മൾ കേട്ടില്ല. PRT എന്ന് പറഞ്ഞാൽ അതാണ്. നെക്സ്റ്റ് എന്താണ്? എക്സ്പ്ലെയിൻ ഓഫ് CPM ഈസ്. CPM എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ അകത്ത് CPM എന്താണെന്നാണ് ചോദിക്കുന്നത്. ക്ലിനിക്കൽ പ്രോഗ്രാം മെത്തേഡല്ല, ക്ലിനിക്കൽ മോഡലല്ല, ക്രിട്ടിക്കൽ പ്രോഗ്രാം മോഡലല്ല, ക്രിട്ടിക്കൽ പാത്വേ മോഡലാണ്. ക്രിട്ടിക്കൽ പാത്വേ മോഡൽ എവിടെയാണ്? എന്തെങ്കിലും ഒരു കോംപ്ലക്സ് വർക്ക് ചെയ്യണം. ഇപ്പം നമുക്ക് കൊറോണ സമയത്ത് കൊറോണയുടെ വാക്സിൻ അതൊരു കോംപ്ലക്സ് ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പല കാര്യങ്ങളായിട്ട് തിരിച്ച് ചെയ്യുന്നതിനെയാണ് ക്രിട്ടിക്കൽ പാത്വേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ ഹോസ്പിറ്റലിനെ അങ്ങനെ ഓരോ രീതിയിലും നമ്മൾ ചെയ്യും. വളരെ ഡിഫിക്കൽട്ടായ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ D ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ബെഞ്ച് മാർക്കിംഗ് മെത്തഡോളജി വാസ് ഫസ്റ്റ് റിട്ടൺ ആൻഡ് പബ്ലിഷ്ഡ് ബൈ. അപ്പോൾ ബെഞ്ച് മാർക്കിംഗ് അത് ആരാണ് ഫസ്റ്റ് എഴുതിയത്? അപ്പോൾ അത് നമുക്കത് ഒത്തിരി നോക്കേണ്ട ആവശ്യമില്ല. ദ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. 1970 അത് എഴുതിയത്. കേസർ അസോസിയേറ്റ് ആണ്. അപ്പോൾ ആൻസർ C തന്നെയാണ്. പിന്നെ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്ത് നന്നായിട്ട് എഴുതിയേക്കുന്ന റോബർട്ട് ക്യാമ്പാണ്. അപ്പോൾ ദ ഫസ്റ്റ് കേസർ അസോസിയേറ്റ്. ആൻസർ ഈസ് C. The next question, what are the 3 main types of cost in benchmarking? 3 ടൈപ്പ് ഓഫ് കോസ്റ്റ്. ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബേസ് ലൈനാണ്. ബെഞ്ച് മാർക്കിംഗ് ചിലപ്പം നമ്മൾ ഇതിൻ്റെ താഴെ പോകരുത്. ബെഞ്ച് മാർക്കിംഗ് അല്ലെങ്കിൽ മുകളിൽ ഒരു വെച്ചേക്കുന്നതാണ്. അപ്പോൾ ബെഞ്ച് മാർക്കിംഗ് നമ്മൾ അറിയാം എന്താണ്. അപ്പോൾ ബെഞ്ച് മാർക്കിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള കോസ്റ്റ് ഏതൊക്കെയാണ്, ഏതിനൊക്കെയാണ് നമ്മളൊരു ബെഞ്ച് മാർക്കിംഗ് വെക്കുന്നത്? അത് കൂടാൻ പാടില്ല അല്ലെ കുറയാൻ പാടില്ല. അങ്ങനെ ടൈം കോസ്റ്റ്, പ്ലേസ് കോസ്റ്റ്, വിസിറ്റ് കോസ്റ്റ്. പ്ലേസ് കോസ്റ്റ്, ടൈം കോസ്റ്റ്, ഡേറ്റാബേസ് കോസ്റ്റ്. വിസിറ്റ് കോസ്റ്റ്, ടൈം കോസ്റ്റ്, ഡേറ്റാബേസ് കോസ്റ്റ്. നൺ ഓഫ് ദ എബോവ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആൻസറിലേക്ക് നേരിട്ട് പോകാം. വിസിറ്റ് കോസ്റ്റ്, ടൈം കോസ്റ്റ്, ഡേറ്റ. ഫസ്റ്റ് വിസിറ്റ്, ഒരു ഇതിന് വേണ്ടിയിട്ട് സ്ഥലത്ത് വിസിറ്റ് ചെയ്യുക, കാര്യങ്ങൾ അന്വേഷിക്കുക, ഇതിനൊക്കെയുള്ള എക്സ്പെൻസ് ഒരു ബെഞ്ച് മാർക്കിംഗ് വെച്ചാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് അതിന് സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വിസിറ്റ് കോസ്റ്റാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട കൺസ്യൂം ചെയ്യേണ്ട ടൈമിനൊരിത് വെച്ചിട്ടുണ്ട്, ഡേറ്റാബേസ് കോസ്റ്റ്. അപ്പോൾ ഇത് ഡോക്യുമെൻറ്റേഷൻ കോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ C ആണ്. അടുത്തത്, വാട്ട് ഈസ് എ ജാൻ ചാർട്ട്? ജാൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ജാൻ ചാർട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊരു ഹൊറിസോണ്ടൽ ബാർ ചാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താ? ഷെഡ്യൂളിംഗ് പ്രോസസ്സ് അല്ല ഇതിന് യൂസ് ചെയ്യുന്നത്, പ്രോജക്റ്റ് ബേസ്ഡ് പ്രോസസ്സ് അല്ല, ഓൾ ഓഫ് ദ എബോവ് അല്ല. അത് രണ്ടും ഇല്ലാത്തപ്പോൾ എങ്ങനെയാണ്? ഷെഡ്യൂളിംഗ് ടൂൾ ടേക്ക് ദ ഫോം ഓഫ് ഹൊറിസോണ്ടൽ ബാർ. ഷെഡ്യൂളിംഗ് പ്രോസസ്സിന് നമ്മൾ വേറെ കാര്യങ്ങളാണ്. ഇതൊരു ടൂളാണ്, പ്രോസസ്സ് അല്ല, ടൂളാണ്. ഈ ടൂൾ അനുസരിച്ചാണ് പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ടൂള് നോക്കിയിട്ടാണ് ഷെഡ്യൂളിംഗ് പ്രോസസ്സിലേക്ക് പോകുന്നത്. സോ അപ്പോൾ ഞാൻ എൻ്റെ പിക്ചർ കാണിച്ചത് ഇതാണ് ജാൻ ചാർട്ട്. അതായത് നമുക്ക് ഒരു ജാനുവരി 15 ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ജൂലൈ 15 വരെയാണ് ആ പ്രോജക്റ്റ്. അപ്പോൾ നമ്മൾ പ്ലാനിങ് എല്ലാത്തിനും സെയിം സ്റ്റെപ്പാട്ടോ. പ്ലാനിങ്ങേ തുടങ്ങും. പ്ലാനിങ് ജാനുവരി ടു മാർച്ച്. അതിൻ്റെ റിസർച്ചും കാര്യങ്ങളെന്ന് ചെയ്യുന്നത് ഫെബ് ടു മാർച്ച്. ഡിസൈൻ ചെയ്യുന്നത് വൺസ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏപ്രിൽ വരെ വരും. പിന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ജൂലൈ വരെ വരും. പിന്നെ നമ്മളത് ഇവാലുവേറ്റ് ചെയ്യും, അല്ലെ ഫോളോ അപ്പ് ചെയ്യും. ഇതാണ് ജാൻ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ C. അടുത്ത ക്വസ്റ്റ്യൻ, ബെഡ് സ്ട്രെങ്ത് ഓഫ് എ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അത് ഇപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ബട്ട് ഇതിൻ്റെ ആൻസർ 200 to 300 ബെഡാണ്. ബട്ട് അത് നിങ്ങൾ അത്ര കാര്യമായിട്ട് എടുക്കണ്ട. ചിലപ്പോൾ ഇതനുസരിച്ച് ഒന്ന് റിവ്യൂ ചെയ്യുന്നത് നല്ലതാണ്, ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എമർജൻസി കെയർ? എമർജൻസി കെയറിൻ്റെ ഫംഗ്ഷൻ ഏതൊക്കെയാണ്? ഫസ്റ്റ് എയ്ഡ് എമർജൻസി കെയർ അല്ല. എമർജൻസി കെയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് അല്ല. അടുത്തത് ഇമ്മീഡിയറ്റ് റെസിസിറ്റേഷൻ. എമർജൻസി കെയറിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ ഫസ്റ്റ് മീൻസ് ഇമ്മീഡിയറ്റ് റെസിസിറ്റേഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ്. എല്ലാവർക്കും റെസിസിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഡയറ്ററി മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അത് കഴിഞ്ഞിട്ടുള്ളതാണ്. വൺസ് പേഷ്യൻ്റ് എമർജൻസിയിൽ നിന്ന് ഷിഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഹോസ്പിറ്റലൈസേഷനാണ് എമർജൻസിയിൽ നമ്മൾ ചെയ്യുന്നത്. ഹോസ്പിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ D ആണ്. ദ ഫോളോയിങ് ആർ ദ ഫങ്ഷൻ ഓഫ് എ ലീഡർഷിപ്പ് എക്സെപ്റ്റ്. ഒരു ലീഡറിൻ്റെ ഫങ്ഷനകത്ത് ഇല്ലാത്തത് ഗോൾ സെറ്ററാണ്, പ്ലാനറാണ്, എക്സിക്യൂട്ടീവാണ്. ഇതെല്ലാം ഒരു ലീഡറിൻ്റെ റോളാണ്. ഫീൽഡ് വർക്കർ ലീഡറിൻ്റെ അല്ല, സബോർഡിനേറ്റിൻ്റെയാണ്. അപ്പോൾ D ആണ് ഇതിൻ്റെ ആൻസർ.
അടുത്തത് മോട്ടിവേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ചാനലിംഗ് എ പേഴ്സൺസ് ഡാഷ് ഡ്രൈവ്. അതെന്താണ്? ഫിസിക്കൽ ഡ്രൈവിനെ അല്ല ചാനൽ ചെയ്യുന്ന മോട്ടിവേഷനിലൂടെ, ഇമോഷണൽ ഡ്രൈവിനെ അല്ല, ഫിസിയോളജിക്കലും ഫിസിക്കലും അല്ല, ഇന്നർ ഡ്രൈവിനെയാണ്. അത് നമുക്കറിയാം, ഇന്നർ ഡ്രൈവിനെ ചാനൽ ചെയ്യുന്നതിനെയാണ്. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസിപ്ലിൻ ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഡിസിപ്ലിൻ്റെ അകത്ത് വരാത്ത എന്തൊക്കെയാണ്? അതിൻ്റെ പ്രിൻസിപ്പിൾ വരാത്ത ഹാർമണി ഡിസിപ്ലിൻ്റെ ഇതാണ്. ഡിസിപ്ലിനോടത്തെ ഹാർമണിയേ ഉള്ളൂ. അതിനൊരു കൺട്രോളുണ്ട്, പോളിസിയും പ്രൊസീജിയറും ഉണ്ട്, ഇമ്പോസിങ് പ്രിൻസിപ്പിൾ. അതായത് വളരെ നിർബന്ധിച്ച് ഒരാരെയും നമ്മൾ ഡിസിപ്ലിൻ എടുക്കുന്നത് അതിൻ്റെ പ്രിൻസിപ്പിളിൽ വരുന്നതല്ല. സോ ആൻസർ ഈസ് ഡി. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ്റെ അകത്തുനിന്ന് വരുന്ന ഒരു പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായപ്പോൾ എന്തെങ്കിലും ഒരു ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് കിട്ടി എന്ന് തോന്നിയാൽ ജസ്റ്റ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.